എപ്പോഴും വാർത്തകൾ തത്സമയമായി അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് റിപ്പോർട്ടർമാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു പരിമിതിയുള്ളത്. എങ്കിലും രതീഷ് പറഞ്ഞത് ഞങ്ങൾ മനസ്സിൽ വയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൊഴിൽ പീഡന പരാതി നൽകിയ കൊച്ചി കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ സംസ്കാരം നാളെയാണ്. രാവിലെ 11 മണിക്ക് സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ വെച്ചാണ് സംസ്കാരം. ഇന്ന് 3 മണിക്ക് മൃതദേഹം പാലാരിവട്ടത്തുള്ള വീട്ടിൽ കൊണ്ടുവരും. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ജോളി മരിച്ചത്. വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്, ദുരനുഭവങ്ങളാണ് ജോളിക്കുണ്ടായത് ഓഫീസിൽ നിന്ന് എന്നുള്ളത് ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. തൊഴിൽ പീഡനം നടന്നു എന്നുള്ളത് ഏറെക്കുറെ വ്യക്തവുമാണ്. സൈഫുനീസ അലിയാർ നമുക്കൊപ്പം ചേരുന്നു. സൈഫുനീസ, ഇതൊരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കും വലിയ തൊഴിൽ പീഡനത്തെ തുടർന്ന് മാനസിക സമ്മർദ്ദത്തിൽ വന്ന് രോഗബാധിതയായ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവുന്നത്. ക്യാൻസർ ബാധിതയായിരുന്നുവെങ്കിലും അവരെ ആ ഓഫീസ് സഹായിച്ചതേയില്ല, ശിക്ഷിക്കുകയാണ് ചെയ്തത്. അവർ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പുറത്ത് ഒരു കുറ്റവും അവർ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സൈഫുനീസ, ഇന്നിപ്പോൾ ഈ ജോളിയുടെ മരണം എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ടോ? കയർ ബോർഡിലെ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും നടപടിക്കുള്ള സാധ്യതയുണ്ടോ ഈ ഘട്ടത്തിൽ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. കയർ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും കയർ ബോർഡിൻ്റെ നിലപാട്. പക്ഷേ ഈ കുടുംബത്തിൻ്റെ പരാതികളും ആരോപണങ്ങളും എല്ലാം ഉയർന്നു വന്നതിന് പിന്നാലെ തന്നെ കേന്ദ്ര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും എന്നും നടപടി ഉണ്ടാകുമെന്നും കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം കുടുംബത്തെ ഫോണിൽ വിളിച്ചാണ് കേന്ദ്രത്തിൽ നിന്നുള്ള ഉറപ്പ് ലഭിച്ചിരിക്കുന്നതെന്നാണ് കുടുംബം പറയുന്നത്. നിലവിൽ ആശുപത്രിയിലുള്ള മൃതദേഹം ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി പാലാരിവട്ടം വെണ്ണലയിലുള്ള ജോളി മധുവിൻ്റെ വീട്ടിലേക്ക് എത്തിക്കും. ഇവിടെ പൊതുദർശനത്തിന് ശേഷം നാളെ രാവിലെ 11 മണിക്കാണ് ഇടപ്പള്ളി സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നമുക്ക് സംസ്ഥാനത്ത് ഇത് ആദ്യത്തെ ഒരു സംഭവം തന്നെയാണ് സംസ്ഥാനത്തിനകത്ത്. പക്ഷേ ഈ എറണാകുളം ജില്ലയിലെ തന്നെ ഈ കാക്കനാടുള്ള ഒരു കുട്ടി, ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി, ഇതിനു മുൻപും ഇതിൽ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് കുഴഞ്ഞു വീണ മരിക്കുകയും ചെയ്തിരുന്നു. അതും വലിയ വാർത്തയാവുകയാണ് ചെയ്തിരുന്നത്. അന്ന് നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരടക്കം ആ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കയർ ബോർഡിൽ ജോലി ചെയ്യുന്ന സെക്ഷൻ ഓഫീസറായ ജോളി മധുവിനും അങ്ങനെ ഒരു ദാരുണമായ മരണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ജനുവരി 31-നാണ് ജോളി മധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ പെട്ടെന്ന് ഇങ്ങനൊരു രോഗബാധിത ഉണ്ടാകാനുള്ള കാരണം, ഒരു ക്യാൻസർ അതിജീവിത കൂടിയാണ് ജോളി മധു. പിന്നീട് ഇങ്ങനെയൊരു ഹെമറേജ് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് കുടുംബം അന്വേഷിച്ചപ്പോഴാണ് ഈ സഹപ്രവർത്തകരിൽ നിന്ന് വലിയ രീതിയിലുള്ള തൊഴിൽ പീഡനങ്ങൾ ജോളി മധുവിന് ഉണ്ടായി എന്നുള്ളത് മനസ്സിലാകുന്നത്. 30 വർഷത്തിനിടെ കയർ ബോർഡിൽ ജോലി ചെയ്യുമ്പോൾ 2 വർഷം മാത്രമാണ് ആലപ്പുഴയിൽ ജോലി ചെയ്യേണ്ടി വന്നത്. അതിനിടയ്ക്ക് പിന്നീട് ജോളി മധുവിനെ ഈ തൊഴിൽ ചൂഷണത്തിൻ്റെ ഭാഗമായി തന്നെ വേണം ഈ ട്രാൻസ്ഫർ നൽകിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ആന്ധ്രയിലേക്ക് ട്രാൻസ്ഫർ നൽകി. പിന്നീട് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും എല്ലാം തന്നെ ഈ തൊഴിൽ പീഡനത്തെക്കുറിച്ച് ജോളി മധു പരാതിപ്പെടുകയും ചെയ്തിരുന്നു. 5 വർഷത്തെ സാലറി കട്ട് ചെയ്യുന്നു. അങ്ങനെ പല രീതിയിലുള്ള മാനസിക തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അനുഭവിച്ചതിനെ തുടർന്നാണ് ഈ ജോളി മധുവിന് ഈ രീതിയിലൊരു മരണം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം തൊഴിൽ പീഡനം ഉണ്ടാകുന്നു, അതല്ലെങ്കിൽ അതിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരാൾ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായി വെന്റിലേറ്ററിലായി പിന്നീട് മരണം സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഞെട്ടലുണ്ടാക്കുന്നൊരു കാര്യമാണ്. അതിൽ ഇനിയിപ്പോൾ എന്തെല്ലാം നടപടികളാണ് കയർ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. നിലവിലൊരു നടപടിയും എടുത്തിട്ടില്ല.